എവിടെ മൂർഖൻ, അജ്ഞാനി, ആചരണഹീനൻ. നാം ഇന്ന് ഇവരെയൊക്കെയാണ് പൂജിക്കുന്നത്. ഫലം അതാണ് തെളിയിക്കുന്നത്. അനേകം പേരെ പൂജിച്ചിട്ട് എനിക്ക് കിട്ടിയത് എന്ന് പറഞ്ഞാണ് ഭക്തനും അനുയായിയുമെല്ലാം അവൻ്റെ ദുഃഖങ്ങൾ പങ്കുവെക്കുന്നത്. രാജ്യം ഭരിക്കുന്ന ആധുനികരായ രാഷ്ട്രീയ നേതാക്കന്മാരെ നീ എത്ര കാലം ചുമന്നു? അവർക്ക് വേണ്ടി എത്ര കീജൈ വിളിച്ചു? അവരുടെ പടങ്ങൾ എവിടെയെല്ലാം ചുമന്നു വെച്ചു? എത്ര വോട്ട് ചെയ്തു? ഒരു സംശയം ബാക്കിയുണ്ട് സുഹൃത്തെ. നിന്റെ ആരോഗ്യനില എങ്ങനെയാണ്? നിന്റെ ആയുർദൈർഘ്യം എങ്ങനെയാണ്? നിന്റെ മനോബലവും ശരീരബലവും എവിടെ നിൽക്കുന്നു? നിന്റെ IgG, IgA, IgM, നിന്റെ ബലം, ഇമ്മ്യൂണിറ്റി, അത് സമുജ്വലമാണോ? നിനക്കെന്ത് കീർത്തിയുണ്ട് ഇതിൽ നിന്ന് ഇവരെ ചുമന്നിട്ട്? അപൂജ്യനെ പൂജിക്കുക, പൂജ്യനെ പൂജിക്കാതിരിക്കുക. ആയുസ്സും വിദ്യയും യശസ്സും ബലവും നഷ്ടമാകുന്നത് അപൂജ്യനെ പൂജിക്കുമ്പോഴാണ്. മഹാഭാരതാന്തർഗതമായ ഭഗവത്ഗീത അതിൻ്റെ 2-ാം അധ്യായം സാഖ്യയോഗമാണ്. സാഖ്യയോഗത്തിൽ യോഗ സന്ദർഭത്തെ പറയുമ്പോൾ ഭഗവാൻ കർമ്മത്തിൻ്റെ ശക്തമായൊരു നിർവചനം പറയുന്നിടത്താണ് നാം എത്തി നിൽക്കുന്നത്. കർമ്മണ്യേവാധികാരസ്തേ മാ ഫലേഷു കദാചന മാ കർമ്മ ഫലഹേതുർഭൂഃ മാതേ സങ്കോസ്ത്വകർമ്മണി. ഈ ചിന്ത ഭഗവത് ജീവിതത്തോട് എത്ര യോജിക്കുന്നുവെന്ന് നാം അപഗ്രഥിച്ചു വരികയാണ്. അതിൽ വളരെ ശക്തമായ ഒരു ഉദാഹരണം, മഹാഭാരത യുദ്ധമെല്ലാം കഴിഞ്ഞ് യുധിഷ്ഠിര മഹാരാജാവ് അശ്വമേധം നടത്താൻ തീരുമാനമെടുത്ത് ഭഗവത് സന്നിധിയിലെത്തി തൻ്റെ ഉദ്ദേശ്യത്തെ അറിയിച്ചു. ഭഗവാനെ അതിന് ക്ഷണിച്ചു. താൻ അതിൽ അസമർത്ഥനാണ് എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്നതിനെ തടഞ്ഞുകൊണ്ട് യുധിഷ്ഠിരൻ ഭഗവാനെ നിർബന്ധിച്ചു. യാതൊരു പൂജയിലും താൻ പങ്കെടുക്കില്ല, അശ്വമേധത്തിൽ പങ്കെടുക്കാമെന്ന ഭഗവത് വചനത്തെ എല്ലാറ്റിലും അഗ്രപൂജയ്ക്കർഹൻ ഭഗവാനാണെന്നുള്ള ഭീഷ്മാദികളുടെ ചിന്തകളെ മുമ്പിൽ വെച്ചുകൊണ്ട് യുധിഷ്ഠിരൻ അവതരിപ്പിച്ചു. ശാസ്ത്രത്തെയും യുധിഷ്ഠിരൻ അവതരിപ്പിച്ചു. എവിടെ മൂർഖൻ, അജ്ഞാനി, ആചരണഹീനൻ എന്നിങ്ങനെയുള്ള അപൂജ്യനെ പൂജിക്കുന്നു. ആധുനിക കാലം ഹിംസ കൊണ്ട് ദൂഷിതമാണ്. ആധുനിക കാലം രോഗങ്ങൾ കൊണ്ട് ദൂഷിതമാണ്. സമഷ്ടിപൂർവകമായി തന്നെ ചിന്തിച്ചാൽ ഈ കാലഘട്ടത്തിൽ സകല ഭാഗത്തും ലോകമെമ്പാടും രോഗകോടികളാണ്. ഇത്രയധികം രോഗങ്ങൾ ഈ പുരോഗമന ദശാ കാലത്തുണ്ടാവുക. സൃഷ്ടികർമ്മങ്ങളെല്ലാം ദുഷിച്ചു കാണുകയാണ്. എവിടെയും അസ്വസ്ഥതയാണ്. ബലം
മനുഷ്യനിൽ നിന്ന് അകന്നുകൊണ്ടിരിക്കുകയാണ്. ബലഹേതുവായ അദൃഷ്ടങ്ങളായ ചിന്തകളെ മുഴുവൻ മാറ്റിമറിച്ചുകൊണ്ട് ദൃഷ്ടബലത്തിന് പര്യാപ്തങ്ങളായ ചിന്തകൾ നടമാടുകയാണ്. ഓരോ ദിവസത്തെയും ദൃശ്യമാധ്യമങ്ങളും മറ്റും നോക്കിയാൽ മനുഷ്യൻ്റെ ആരോഗ്യത്തിന് വേണ്ടി അവർ അവതരിപ്പിക്കുന്ന പദാർത്ഥങ്ങളുടെ നില കണക്കറ്റതാണ്. ലോകമെമ്പാടും മാനവ ആരോഗ്യത്തിന് ചെലവഴിക്കുന്ന പണം കയ്യും കണക്കുമില്ലാത്തത്. ലക്ഷക്കണക്കിന് പേർ ആരോഗ്യരംഗത്തെ ഉത്തമമാക്കുന്നതിന് പഠിച്ചിറങ്ങുന്നു. കോടിക്കണക്കിന് ധനം ചെലവഴിച്ച് ആശുപത്രികൾ ഉണ്ടാക്കും. വൈറ്റമിനുകളുടെയും മിനറലുകളുടെയും ഇറക്കുമതിയും കയറ്റുമതിയും കൂടുന്നു. തിന്നു കൂട്ടുന്നതിന് അളവില്ലാതാകുന്നു. എന്നിട്ടും ആരോഗ്യരംഗം ദൂഷിക്കുന്നു, ബലം നഷ്ടപ്പെടുന്നു. ആയുർദൈർഘ്യം ദിവസേന കുറഞ്ഞു വരുന്നു. ഭിഷഗ്വരന്മാരുടെയും മറ്റും ആയുർദൈർഘ്യം അപകടകരമാം വിധം കുറവാകും. വിദ്യ അങ്ങേയറ്റം ശോഷിക്കുന്നു. വിദ്യാഭ്യാസ രംഗം തന്നെ ദുഷിക്കുന്നു. കീർത്തിമാരാന്മാരാകുന്നതിന് വേണ്ടി നാടുനീളെ സ്വന്തം പണം ചെലവാക്കി ഫ്ലക്സ് ബോർഡുകളെല്ലാം വച്ചു വലുതാണെന്ന് ഭാവിച്ചിരുന്നിട്ടും അതിലൊക്കെ അടയാളങ്ങൾ ഉണ്ടാക്കാൻ നായമുള്ളിക്കടന്നു പോവുകയല്ലാതെ ഒരാളും ആരാധിക്കുന്നില്ല. ആയുസ്സും വിദ്യയും യശസ്സും ബലവും സാമൂഹിക ദൃഷ്ടികോണത്തിൽ തന്നെ അപകടകരമാം വിധം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ മാധ്യമങ്ങളില്ലാതിരുന്ന ഭക്തവൃന്ദങ്ങൾ സ്തുതി പാടാനില്ലാതിരുന്ന കാലങ്ങളിലെ ഋഷിപ്രഭൃതികളും ശങ്കരാദ്യന്മാരുമെല്ലാം സഹസ്രാബ്ദങ്ങളെ അധികരിച്ച് കീർത്തിധാവള്യവും സമഷ്ടിബലവും വിദ്യാബലവും യശോബലവും നേടി നിലനിൽക്കുന്നു. പ്രാചീന കാലഘട്ടങ്ങളിൽ പൂജ്യന്മാരെ പൂജിക്കുകയും അപൂജ്യന്മാരെ പൂജിക്കാതിരിക്കുകയും ചെയ്ത ഒരു ജനതയുടെ യശോധാവള്യം യുഗങ്ങൾക്കപ്പുറം നിലനിൽക്കുന്നത് കണ്ടിട്ട്
അപൂജ്യന്മാരെ എല്ലാം പൂജിച്ച് സേവ ചെയ്ത് നടന്ന് ആരോഗ്യവും ബലവും യശസ്സും വിദ്യയും നഷ്ടമാക്കി ഒരു ലോകം ആധുനിക സങ്കേതങ്ങളിലൂടെ ആരോഗ്യ പരിപാലന സംഘങ്ങളിലൂടെ നിത്യവുമെന്നോണമുള്ള വിദ്യാഭ്യാസ പരിഷ്കരണത്തിലൂടെ ആരോഗ്യ പരിഷ്കാരത്തിലൂടെ ബലമുണ്ടാക്കാനുള്ള ആഹാര പരിഷ്കരണങ്ങളിലൂടെയെല്ലാം കടന്നുപോയിട്ട് എങ്ങും എത്തിക്കാണുന്നില്ല. പ്രാചീനൻ്റേത് അന്ധവിശ്വാസമെന്ന് പറഞ്ഞു തള്ളുമ്പോൾ അവൻ അനുഭവിച്ച ആരോഗ്യവും ബലവും യശസ്സും നമ്മുടെ കൺമുമ്പിൽ നിൽക്കുമ്പോൾ അന്ധവിശ്വാസം വെടിഞ്ഞ് ചർച്ചകളും ബഹളങ്ങളുമായി സർവാദരണീയമായ ശാസ്ത്രത്തിൻ്റെ സമുജ്വല ഭൂമികയിൽ എല്ലാം നേടാൻ ഉതകുന്നതെന്ന് വിചാരിക്കുന്ന പരിഷ്കാര ചിന്തകളിലൂടെ നടന്ന് നീങ്ങിയിട്ട് ആരോഗ്യവും യശോധാവല്യവും ബലവും നഷ്ടപ്പെട്ട് സമസ്ത ദുഃഖങ്ങളുമായി കഴിഞ്ഞുകൂടുന്ന മാനവനെയാണ് നാം കാണുന്നത്. ഇത് ശോചനീയമാണ്. ഭഗവത് പൂജനത്തിന് യുധിഷ്ഠിരൻ പറയുമ്പോൾ ആ ചിന്തയുടെ വലിപ്പം, എവിടെ മൂർഖൻ, അജ്ഞാനി, ആചരണഹീനൻ, നാം ഇന്ന് ഇവരെയൊക്കെയാണ് പൂജിക്കുന്നത്. ഫലം അതാണ് തെളിയിക്കുന്നത്. അനേകം പേരെ പൂജിച്ചിട്ട് എനിക്ക് കിട്ടിയത് എന്ന് പറഞ്ഞാണ് ഭക്തനും അനുയായിയുമെല്ലാം അവൻ്റെ ദുഃഖങ്ങൾ പങ്കുവെക്കുന്നത്. മതങ്ങളിൽ വിശ്വസിച്ചു അനേകം മതനേതാക്കന്മാരെ ചുമന്നു. ഓരോ മതനേതാവിനെയും ചുമന്ന് കഴിഞ്ഞവർക്ക് ആരോഗ്യം ലഭിച്ചുവോ, യശസ് ലഭിച്ചുവോ, വിദ്യ അവരിൽ നിന്ന് ലഭിച്ചുവോ, ബലം ലഭിച്ചുവോ, രോഗമൊന്നുമില്ലാതെ ജീവിച്ചിരിക്കാൻ കഴിഞ്ഞു? ഇന്ന ആളിനെ പൂജിച്ചു, ഇന്ന മതത്തെ പൂജിച്ചു, ഇന്ന ജാതിയെ പൂജിച്ചു, ഇന്ന നേതാവിനെ പൂജിച്ചു, ഇവരൊക്കെ കേമന്മാരാണ് എഴുതിയും പറഞ്ഞും ഇവർക്കു വേണ്ടി ഫ്ലക്സ് ബോർഡ് ചുമന്നും ഒക്കെ ജീവിച്ച ജനതയോട് 4 കാര്യങ്ങൾ പ്രാചീനൻ്റെ രംഗവേദിയിൽ നിന്നെടുത്ത് ചോദിക്കുമ്പോൾ, സുഹൃത്തേ, നീ ഈ നേതാവിനെ എത്ര കാലമായി ചുമക്കുന്നു? സുഹൃത്തേ, ഈ മതനേതാവിൻ്റെ പിൻപിൽ നീ എത്ര കാലം നടന്നു? എത്ര തുണിയലക്കി? എത്ര വെള്ളം ചുമന്നു? എന്തെല്ലാം ചെയ്തു? ഞാനൊന്ന് ചോദിക്കട്ടെ, ഈ പൂജനം നടത്തി നീ എത്ര കാലം ഈ സിനിമാ നടന്മാരെ,
നീ എത്ര കാലം ഈ കളിക്കാരെ, ക്രിക്കറ്റ് കളിച്ചവരെ നിന്റെ പൂജാമുറിയിൽ വെച്ച് പൂജിച്ചു? അവർ കുടിച്ച എന്തെല്ലാം നീ കുടിച്ചു? അവരെ എവിടെയെല്ലാം നീ അനുകരിച്ചു? രാജ്യം ഭരിക്കുന്ന ആധുനികരായ രാഷ്ട്രീയ നേതാക്കന്മാരെ നീ എത്ര കാലം ചുമന്നു? അവർക്ക് വേണ്ടി എത്ര കീജയി വിളിച്ചു? അവരുടെ പടങ്ങൾ എവിടെയെല്ലാം ചുമന്നു വച്ചു? എത്ര വോട്ട് ചെയ്തു? ഒരു സംശയം ബാക്കിയുണ്ട് സുഹൃത്തെ. നിന്റെ ആരോഗ്യനില എങ്ങനെയാണ്? നിന്റെ ആയുർദൈർഘ്യം എങ്ങനെയാണ്? നിന്റെ മനോബലവും ശരീരബലവും എവിടെ നിൽക്കുന്നു? നിന്റെ IgG, IgA, IgM, നിന്റെ ബലം, ഇമ്മ്യൂണിറ്റി അത് സമുജ്വലമാണോ? നിനക്കെന്ത് കീർത്തിയുണ്ട് ഇതിൽ നിന്ന് ഇവരെ ചുമന്നിട്ട്? ഈ 4 കാര്യങ്ങൾ മാത്രം എടുത്ത് ഈ ചുമട് പ്രയോജനപ്രദമായി അതിൻ്റെ ഫലം സ്വീകാര്യമാണ് എന്ന് പറയാൻ കഴിയും. അധികം ചോദ്യമൊന്നും വേണ്ട, അല്പം മതി. ആധുനികതയും പൗരാണികതയും തമ്മിലുള്ള അന്തരം ഇതാണ്. അപൂജ്യനെ പൂജിക്കുക, പൂജ്യനെ പൂജിക്കാതിരിക്കുക. ആയുസ്സും വിദ്യയും യശസ്സും ബലവും നഷ്ടമാകുന്നത് അപൂജ്യനെ പൂജിക്കുമ്പോഴാണ്. അതുപോലെയാണ് പൂജ്യൻ്റെ നില. തത്വവേത്താവും ജ്ഞാനിയും ആചരണ സമ്പന്നനും പരമയോഗ്യനുമായ മഹാപുരുഷൻ്റെ പൂജയ്ക്ക് വ്യതിക്രമം വന്നാൽ പൂജ്യായാം ച വ്യതിക്രമ, അവിടെ ആയുസ്, വിദ്യ, യശസ്, ബലം 4 കാര്യങ്ങളുടെ നാശം സംഭവിക്കുന്നു. അപ്പോൾ അങ്ങയെപ്പോലെ പരമപൂജ്യന്മാരായ ശ്രീകൃഷ്ണൻ സർവഥാ പരമപൂജ്യനാണ്. പൂജ്യനാണെന്നല്ല, പരമപൂജ്യനാണ്. ആ ആളിൻ്റെ വ്യതിക്രമം, പൂജാവ്യതിക്രമം വന്നാൽ എന്താവും? ഭഗവാൻ പറഞ്ഞു, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞാൻ പങ്കെടുക്കില്ല എന്ന്. ഞാൻ യജ്ഞത്തിന് വരുന്നില്ല. യുധിഷ്ഠിരൻ പറഞ്ഞു, ഞങ്ങൾ അങ്ങയുടെ ആജ്ഞയെ ശിരസാ വഹിച്ചു കൊള്ളാം. എന്തുകൊണ്ടെന്നാൽ അങ്ങ് സമർത്ഥനാകയാൽ ഇതിലെന്തെങ്കിലും ദോഷമുണ്ടെങ്കിൽ അവിടുന്ന് അത് മാറ്റിത്തരുമെന്ന് ഞങ്ങൾക്കുറപ്പുണ്ട്. എന്നാൽ അത് അക്കാര്യത്തിൽ അങ്ങയുടെ ആഗ്രഹം എന്തുകൊണ്ട് ഇപ്രകാരമായി? അതാണ് പ്രശ്നം. രാജസൂയയാഗത്തിൽ എൻ്റെ അഗ്രപൂജയിന്മേൽ എന്തെങ്കിലും ദുർഘടനയുണ്ടായാൽ അതിൻ്റെ പുനരാവൃത്തിക്കുള്ള സാധ്യതയും കൂടി ഞാൻ ഇഷ്ടപ്പെടുന്നില്ല എന്ന് ഭഗവാൻ പറഞ്ഞു. ഇതിൽ അഗ്രപൂജയ്ക്ക് ഞാനിരിക്കുന്നു എങ്കിൽ ഏതെങ്കിലും ഒരു ദുർഘടന ഉണ്ടായാൽ അതിൻ്റെ പുനരാവർത്തനം എന്താണ്? അതിനുള്ള സാധ്യത കൂടി ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ടാണ് ഇരിക്കുന്നത്. യുധിഷ്ഠിരൻ മൗനമായിരുന്നു. യുധിഷ്ഠിരൻ
ആഗ്രഹിച്ചിരുന്നു, അത്യാഗ്രഹിച്ചിരുന്നു. പരിണാമം എന്തെന്നാൽ അശ്വമേധത്തിൽ അഗ്രപൂജയുടെ ക്രമം തന്നെ സമാപ്തമായി. എന്ന് പറഞ്ഞാൽ ഭഗവാൻ തൻ്റെ ഉത്തമ കർമ്മത്തിൻ്റെ ഫലാത്മകത അഭിമാനപ്രകടനമാണെന്നതിനെ ഛിന്ന ഭിന്നമാക്കി. ആ മഹായജ്ഞത്തിൽ ഭഗവാൻ എല്ലാ മാനങ്ങളെയും ഛിന്ന ഭിന്നമാക്കി. അവിടെ വന്ന അതിഥികളെ കൈകാൽ കഴുകി സ്വീകരിച്ചത് ഭഗവാനായിരുന്നു. ഭോജനാനന്തരം യാതൊരു സങ്കോചവുമില്ലാതെ എച്ചിലല സന്തോഷപൂർവം എടുത്തതും ഭഗവാൻ തന്നെയായിരുന്നു. എല്ലാവരുടെയും ഭക്ഷണം കഴിച്ചു വന്ന ഇല എടുത്തത് ഭഗവാൻ തന്നെയായിരുന്നു. അതിന് അദ്ദേഹത്തിന് യാതൊരു സങ്കോചവും ഉണ്ടായിരുന്നില്ല. എല്ലാ തരത്തിലും സേവാനിരതമായിരിക്കുവാൻ മനുഷ്യൻ തയ്യാറാകണമെന്ന വലിയൊരു സന്ദേശം അദ്ദേഹം തൻ്റെ കർമ്മം കൊണ്ട് നൽകി. അവിടെയാണ് ദേശസമുന്നതി സാധ്യമാകുന്നത്. ഏത് രാജ്യവാസികൾ സേവാതൽപരരാണോ ആ ദേശം സമുന്നതമാണ്. ഇവിടെ നിന്ന് വിദേശങ്ങളിലേക്ക് ഈ ഒരു ഗുണമാണ് ചെന്നു ചേർന്നത്. ഈ രാജ്യത്തേക്ക് ഇന്ന് വരുന്ന വിദേശികൾ തങ്ങളുടെ സാധന സാമഗ്രികൾ തങ്ങളുടെ ചുമലിലേന്തി ചുറ്റിത്തിരിയുന്നു. എന്നാൽ നമ്മുടെ നാട്ടുകാർ ഇന്ന് പണിയെടുക്കുന്നത് അപമാനമായി കരുതുന്നു. താഴ്ന്ന തരം പണികൾ ചെയ്യുന്നത് അങ്ങേയറ്റം മോശമാണെന്നവർ ധരിച്ചു വശായിരിക്കുന്നു. ഇതുകൊണ്ടാണ് മധ്യയുഗങ്ങളിൽ ഹിന്ദു രാജാക്കന്മാരുടെ പതനമുണ്ടായത്. പകരം മുഗൾ ബാദ്ഷാമാരുടെ ആഗമനമുണ്ടായത്. പിന്നീട് അവരുടെയും ഗതി ഇതുതന്നെയായി. അവരും ഇക്കാരണത്താൽ തന്നെ പതിച്ചു. വാജദ് അലിയുടെ കാലുകളിൽ ചെരിപ്പണിയിക്കുന്നതിന് ആളെ കിട്ടാത്തതിനാൽ ബ്രിട്ടീഷുകാരിൽ നിന്ന് ഓടിപ്പോകാൻ പോലും കഴിഞ്ഞില്ലെന്ന് ചരിത്രത്തിലുണ്ട്. കാലിൽ ചെരുപ്പിട്ട് കൊടുക്കാൻ ആളുണ്ടാകാത്തതുകൊണ്ട് ബ്രിട്ടീഷുകാരുടെ ആക്രമണത്തിൽ നിന്ന് ഓടി രക്ഷപ്പെടാൻ പോലും പറ്റിയില്ല. ഈ നിലയിലാണ് നാം അധപ്പതിച്ചു വന്നിട്ടുള്ളത്. അല്ലെങ്കിൽ കൊട്ടാരത്തിൽ നിന്നിറങ്ങി ഓടി രക്ഷപ്പെടുമായിരുന്നു. ഉടമയാകുന്നതിൽ വലിയ രസമൊന്നുമില്ലെന്നാണ് ഭഗവാൻ കൃഷ്ണൻ പറയുന്നത്. സേവ ചെയ്യുവാൻ കഴിയുന്ന സേവകനാകുന്നതിലാണ് രസമെന്ന് അദ്ദേഹം ഉദ്ബോധിപ്പിക്കുന്നു. എന്നാൽ സേവകനാവുന്നത് എപ്പോഴും സ്വേച്ഛാപൂർവമായിരിക്കണം. ഗതികേടുകൊണ്ട്, ഭയം കൊണ്ട്, പ്രലോഭനങ്ങളെ കൊണ്ട് സേവകനാകുന്നതിനേക്കാൾ അപകടകരമായി വേറൊന്നുമില്ല. ഭയം കൊണ്ടും ധനാഭിലാഷം കൊണ്ടും മാനാഭിലാഷം കൊണ്ടും മറ്റഭിലാഷങ്ങളെ കൊണ്ടും പ്രലോഭനങ്ങളെ കൊണ്ടുമൊക്കെ ആളുകൾ സേവയ്ക്ക് നിൽക്കും.
അവരാണ് പിന്നീട് സ്ഥാപനങ്ങളെയും വ്യക്തികളെയും ഒക്കെ ദുഷിപ്പിച്ച് മുന്നേറുന്നത്. സേവകന്മാരെ തിരഞ്ഞെടുക്കുമ്പോൾ സൂക്ഷിക്കണം. സ്വേച്ഛാപൂർവമായിരിക്കണം സേവ. മനോമോഹനമായ കർമ്മണ്യേവാധികാരസ്ഥേ മാ ഫലേഷു കദാചന എന്ന അത്യന്ത ശ്രദ്ധേയമായ ഉപദേശത്തെ അർജുനനെ മുൻനിർത്തി നമുക്കായി ചെയ്തു തന്ന ഭഗവാൻ പാർത്ഥസാരഥിയുടെ പാവനപാദങ്ങളിൽ ഭക്തിപ്രസയപൂർവം പ്രണമിച്ച് ഈ ഭാഗം നമുക്ക് ഉപസംഹരിക്കാം.